ഹായ് ഫ്രണ്ട്സ്, സാപ്പിടി മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം OTT റിലീസ് ചെയ്ത ഒരു തെലുങ്ക് ക്രൈം ഡ്രാമ ഹേസ്റ്റ് ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. സിനിമയുടെ പേര് വരുന്നത് ചൗര്യപാദം എന്നാണ്. സിനിമയുടെ പേര് വരുന്നത് ചൗര്യപാദം. അപ്പോൾ ഈ ഒരു സിനിമ തെലുങ്ക് മൂവിയാണ്. അപ്പോൾ മലയാളം ഡബ്ബൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് നിഖിൽ ഗൊല്ലമാരിയാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. നവാഗതനായ ഇന്ദ്രറാമാണ് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. പാൽ രാധാകൃഷ്ണ, രാജീവ് കനകല എന്നിവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പം ഈ സിനിമയുടെ കഥ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, സിനിമയിലെ നായകൻ ഒരു സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുകയും അത് കുറെ കഥകൾ ഓരോ പ്രൊഡ്യൂസർമാരോട് സംസാരിക്കുന്നുണ്ടാവും. പക്ഷെ ഒന്നും ശരിയാവില്ല. പ്രൊഡ്യൂസർമാർ ഓരോ കഥ പറയുമ്പോൾ പ്രൊഡ്യൂസർമാർ പറയും അതിലെന്തെങ്കിലും ഒരു മാറ്റം വരുത്തണം, ഇങ്ങനെ ഒരു മാറ്റം വരുത്തണം, എന്നിട്ട് നീ കൊണ്ടുപോകാന്ന് പറഞ്ഞയക്കുകയാണ്. ഒന്നും ശരിയാവാതെ നിൽക്കുന്ന സമയത്ത് ഒരു സെറ്റിൽ, അതായത് ഒരു സിനിമാ സെറ്റിൽ വെച്ചിട്ട് ഒരു സംഭവം നടക്കുകയാണ്. അതായത് ഇവനും കൂടി ഇൻവോൾവ് ആയിട്ടുള്ള ഒരു സംഭവം നടക്കുകയാണ്. ആ ഷൂട്ടിംഗ് സെറ്റ് മൊത്തം താറുമാറാവുകയാണ്. അപ്പോൾ അതോടുകൂടി ഒറ്റ പ്രൊഡ്യൂസർമാർ പോലും ഇവന്റെ കഥ കേൾക്കാനോ ഒന്നിനും തയ്യാറാകുന്നില്ല. അപ്പോൾ സിനിമ എന്നുള്ള ഒരു മോഹം എന്നുള്ള സംഭവം ഒരു അവതാളത്തിൽ നിൽക്കുന്ന സമയത്താണ് സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഒരു സിനിമ ഇറക്കുക എന്നുള്ള പ്ലാനിങ്ങിലേക്ക് പോകുന്നത്. അതിന് പൈസ വേണമല്ലോ, ക്യാഷ് വേണം. അതിനിവർ ഒരു ഐഡിയ കണ്ടെത്തുകയാണ്. ഒരു ഗ്രാമത്തിലെ ഒരു ബാങ്ക് കൊള്ളയടിക്കാൻ തീരുമാനിക്കുകയാണ് നായകന്റെ കൂടെ വേറെ 3 പേര് കൂടുകയാണ്. അതിനുശേഷം ആ ഒരു ഗ്രാമത്തിൽ നടക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെ എന്നുള്ളതാണ്, ആ ഗ്രാമത്തിലെ മിസ്റ്ററി എന്തൊക്കെ എന്നുള്ളതാണ് സിനിമയിൽ മൊത്തത്തിൽ പറഞ്ഞു പോകുന്നത്. എന്തായാലും കണ്ടു നോക്കാവുന്ന ഒരു കിടിലൻ സിനിമ തന്നെയാണ്. കിടിലെന്ന് പറയാൻ പറ്റില്ലെങ്കിലും രസകരമായിട്ട് തന്നെ കണ്ടു നോക്കാവുന്ന ഒരു സിനിമയാണ് ചൗര്യപാദം എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ എന്നുള്ളത്. ഞാൻ മലയാളം ഡബ്ബാണ് കണ്ടത്. മലയാളം ഡബ്ബ് ഒന്നും കുഴപ്പമില്ലാത്ത രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. ഡബ്ബിംഗ് ഒന്നും മോശമല്ലായിരുന്നു, തമിഴ് ഡബ്ബിംഗ് ഒന്നും മോശമല്ലായിരുന്നു. നല്ലൊരു സ്റ്റോറി ആയിരുന്നു, നല്ലൊരു തിരക്കഥയായിരുന്നു എന്നുള്ളതാണ്. ഫസ്റ്റ് ഹാഫ് ഒരു ഏവറേജിൽ പോയെങ്കിലും സെക്കൻഡ് ഹാഫിൽ നല്ല ട്വിസ്റ്റ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി നമ്മളെ ഇരുത്തിക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഈ സിനിമയുടെ ഒരു ചെറിയൊരു സംഭവം എന്നുള്ളത് ഒരു പ്രഡിക്റ്റബിൾ ആയിരുന്നു. എനിക്ക് പ്രഡിക്റ്റബിൾ ആയിട്ടാണ് തോന്നിയത്. കാരണം ഞാൻ ഓരോ കാര്യങ്ങളും ചിന്തിക്കുമ്പോൾ ആ രീതി തന്നെയായിരുന്നു സിനിമ മുന്നോട്ട് പോയിരുന്നത്. പക്ഷെ എന്നാലും കാണാൻ ഒരു രസം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സിനിമയിലെ പെർഫോമൻസുകളും കോമഡികളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ടെന്നുള്ളതാണ്. മറ്റു കാര്യങ്ങളൊക്കെ ടെക്നിക്കൽ സൈഡും കാര്യങ്ങളൊക്കെ നന്നായിരുന്നു. Amazon പ്രൈമിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. എന്തായാലും കണ്ടു നോക്കാവുന്ന ഒരു സിനിമയാണ് ചൗര്യപാദം എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു സിനിമ. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കും. ഇഷ്ടപ്പെട്ടിരിക്കുക ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും